പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്താ പറയുന്നത്, ചിലവർക്ക് ഒരുങ്ങാനൊക്കെ നന്നായിട്ട് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അങ്ങനെയൊന്നും ഇഷ്ടമായിരിക്കില്ല. എന്താ മേക്കപ്പ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുന്നവരൊക്കെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേര് കാണും. ഞാൻ പുറത്ത് പോകുമ്പം പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, വേറൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യം മാത്രം, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോൾ ക്രീംസൊക്കെ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്കിന്ന് പെട്ടെന്ന് വിയർത്ത് വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൗഡർ അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വിയർക്കും, ഇറിറ്റേഷൻ തോന്നും. ഞാൻ അതുകൊണ്ടൊന്നും പറ്റാറില്ല. ഈ ഒരു കാര്യം ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ റോസപ്പൂവ് മാത്രം മതി. അത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാവുന്ന ഈ ഒരു ടിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാവേ. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ, തോർന്നിട്ടേ ഇല്ല. റോസപ്പൂവൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നനഞ്ഞു കുതിർന്നിരിപ്പുണ്ട്. അത് നമുക്ക് വിഷയമല്ലല്ലോ. പിന്നെ ഞാനിത് മുഴുവനും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ഇതള് ഇന്നിപ്പം മുഖം കഴുകാനുള്ള ആ ഒരു കുറച്ച് ഇതളെ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ എന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യും. പക്ഷേ എന്നും പൂവ് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ നല്ലതാണേ. കുറച്ച് ഇതളെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ അതിൻ്റെ ആ കളർ ചേഞ്ച് ഇങ്ങനെ വരുമല്ലോ, അതുവരെ ഒന്ന് ആയിക്കഴിയുമ്പോഴത്തേന് പിന്നെ ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെക്കാം. ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല കേട്ടോ. അപ്പോൾ ആ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് ഞാനത് ആ വെള്ളം ഒഴിച്ച് മുഖം കഴുകുന്നുണ്ട്. ആ പൂവിൻ്റെ ഇതളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇടുകയും പിന്നെ ആ വെള്ളം നന്നായിട്ട് ഒഴിച്ച് മുഖം നല്ല വൃത്തിക്ക് കഴുകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് അങ്ങനെ തോന്നുമ്പോഴത്തേനും തുളസി ഇല അരച്ചിടുകയോ ഇതുപോലെ ഇങ്ങനെ ഈ വെള്ളം വെച്ചിട്ട് കഴുകുകയോ ഐസ് ക്യൂബ് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഒരുപാട് ക്രീമും കാര്യങ്ങളും ഒക്കെ പുരട്ടാത്തത് തന്നെയായിരിക്കും നല്ലത്. എല്ലാം കഴുകിയിട്ട് കയറിയിട്ടുണ്ട്. ഞാനത് കഴുകിയിട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് പൗഡർ ഇട്ട് നോക്കാം. ഇതാണ് ഞാൻ ബേബി പൗഡറാണ്, ഹിമാലയയുടെ പൗഡർ ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഇട്ടിട്ട് കാണിക്കാം. ഞാൻ പൗഡർ ഇടാൻ തുടങ്ങിയപ്പോൾ ദേവൂട്ടനും എൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ടേ. അവനും ഇടണമെന്ന് പറഞ്ഞിട്ട് അവൻ പൗഡർ യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇന്ന് ഞാനിടുന്ന കണ്ടപ്പോഴത്തേനും ഒരാഗ്രഹത്തിന് വന്നതാണ്. അപ്പോൾ ഇതാണ് നല്ല ഫ്രഷ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.